ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വിഷസൊക്കെ പോലെ നല്ലൊരു വർഷമായിട്ട് ഇരിക്കട്ടെ 2024 എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ 4 ഷീറ്റ് മാസ്കസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഗാർണിയർ, മാമാഅർത്ത് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ എം കഫേൻ്റെ സെയിം ബ്രാൻഡിന് തന്നെ 2 വേരിയൻ്റ് ആയിട്ടുള്ള ഷീറ്റ് മാസ്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റിവ്യൂ ഏത് ഷീറ്റ് മാസ്കിൻ്റെ ആണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർണിയറിൻ്റെ ആണ്. ഇതാണ് നമ്മുടെ ഗാർണിയറിൻ്റെ ഷീറ്റ് മാസ്ക്. അപ്പോൾ എത്ര നേരം ആ ഷീറ്റ് മാസ്ക് വെക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ആണെന്ന് ഇതിൻ്റെ ഔട്ടർ പാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഷീറ്റ് മാസ്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ സി ആണ് മെയിനായിട്ട് എൻറിച്ച്മെൻറ്റ്. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരുമെന്ന്, നമ്മുടെ ഡൾ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കി നല്ലൊരു ഗ്ലോ ഒക്കെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തുമാത്രം ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഒന്ന് പൊട്ടിക്കുകയാണ്. ലൈവായിട്ടാണ് ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിച്ചു തരുന്നത്. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി ഇൻക്ലൂഡഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടാറുണ്ട്. ഈ ഒരു പാക്കറ്റ് ഓഫ് ഷീറ്റ് മാസ്കിൽ അതായത് ഒരു ബോട്ടിൽ സെറത്തിൻ്റെ ഇൻഫ്യൂഷൻ ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തുടക്കത്തിലെ പൊട്ടിച്ചപ്പോൾ ചെറുതായിട്ട് പാളിപ്പോയി, അത് നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കുക. ഞാനിനി കത്രിക എടുക്കാം, അല്ലാണ്ട് ഇത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കത്രിക എടുത്തോണ്ട് വന്നിട്ട് പൊട്ടിക്കാറേ. അങ്ങനെ നമ്മൾ കത്രിക എടുത്തിട്ടുണ്ട്. കത്രിക എടുത്തിട്ട് ആദ്യമേ പൊട്ടിച്ചാൽ മതിയായിരുന്നു. ഞാൻ വലിയ ഓവർ സ്മാർട്ട് കാണിക്കാൻ പോയതാണ് ഇപ്പോൾ പണിയായത്. ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചപ്പോഴേ ആ ഒരു സെറൊക്കെ നല്ലോണം ഔട്ടറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് നല്ലോണം. ഇത് ഓപ്പൺ ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഷീറ്റ് മാസ്കും അതുപോലെ തന്നെ സെറത്തിൻ്റെ കളറും ആ ഒരു കളറാണ് കേട്ടോ, വൈറ്റ് കളറാണ്. ഗാർണിയറിൻ്റെ ഒട്ടുമിക്ക പ്രൊഡക്റ്റും തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കേട്ടോ. ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷീറ്റ് മാസ്ക് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ മറന്നുപോയി, നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കണമായിരുന്നു ആ ഒരു സെറം ഫുള്ളി ആ ഒരു മാസ്കിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോൾ എന്താണെങ്കിലും ഞാനിപ്പോൾ ആക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാസ്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർണിയറിലെ ഷീറ്റ് മാസ്ക്. ഫുൾ ഓഫ് ആ ഒരു സെറം നല്ലോണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചില ഷീറ്റ് മാസ്കിലെ മറ്റേ എന്താണെന്ന് വെച്ചാൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ബ്ലൂ ലൈറ്റ് എന്തോ ഒരു ഔട്ടർ കവറിങ്ങോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഇത് എടുത്ത് വരാൻ കുറച്ച് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗാർണിയറിൻ്റെ ഷീറ്റ് മാസ്ക് ഓപ്പൺ ചെയ്തു. അയ്യോ, മൊത്തത്തിൽ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ തന്നെ 8ൻ്റെ പണിയാണ് കിട്ടിയത്. ഓക്കെ, കണ്ടോ, നമ്മുടെ ഷീറ്റ് മാസ്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. എന്തോ സംഭവം ഉണ്ടല്ലോ. ഓക്കെ, ഇത് മൂക്കിൻ്റെ ഭാഗമാണ്, നോസിൻ്റെ പാർട്ട്. ഇവിടെയാണ് വയ്ക്കേണ്ടത്, ഒരു ഡൗട്ട്. അയ്യോ, ഇത് ഞാൻ പിടിച്ചത് തെറ്റാട്ടോ. പിടിച്ച് വരുമ്പോൾ തന്നെ ഓക്കെ. ഓ, നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല കോൾനെസ്. എവിടെയാണാവോ വായൊക്കെ. ഫുള്ളി ഞാൻ ഒട്ടിച്ചു കൊടുത്ത്. ഇനി നമുക്ക് 15 മിനിറ്റ് മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു സെറത്തിൽ നിന്ന് ജസ്റ്റ് ഇൻഫ്യൂസ് ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ നല്ലോണം പിഴിഞ്ഞൊക്കെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കയ്യിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏറെക്കുറെ എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
1 ബോട്ടിൽ ഓഫ് സെറത്തിൻ്റെ അത്രയും ഇൻഫ്യൂഷനാണ് ഇതിൽ ആ ഒരു ക്വാണ്ടിറ്റി വൈസ് വന്നിട്ടുള്ളതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ബാക്കി കുറച്ച് എന്തൊക്കെയോ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെ ഉണ്ട്, ഞാൻ നോക്കട്ടെ എന്തുമാത്രം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. ഞാനൊരു ബോട്ടിലൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത്യാവശ്യം കളയാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് നോക്കാൻ വേണ്ടി. അപ്പോൾ 15 മിനിറ്റ് വെച്ചാൽ മതി. പാരബൻസോ സൾഫേറ്റ്സോ ഒന്നും തന്നെ ഇല്ല, വേഗൻ ഫോർമുലയാണ്. അപ്പോൾ ശരിക്കും നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴല്ലേ എക്സാക്റ്റ് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് ഓരോ കോണ്ടോർ വൈസ് ഒക്കെ ചുളിവൊന്നുമില്ലാണ്ട് സെറ്റ് ചെയ്യാം. എൻ്റെ ഫേസ് പൊതുവെ ചെറിയ ഫേസ് ആയതുകൊണ്ട് ഈ ഷീറ്റ് മാസ്ക് കണ്ടില്ലേ തലയുടെ ഇവിടം വരെ എത്തി. ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കൂളിംഗ് ആണ് സംഭവം, നല്ല രസമുണ്ട്. ബാക്കി ഒന്നൊക്കെ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്, നല്ല സ്മെല്ല്. ഞാൻ ബോട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എന്തുമാത്രം സെറം കിട്ടും എന്നറിയില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടിയില്ല കേട്ടോ, ഇതിൻ്റെ ഇത്രയും ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഈ കവർ കീറിയിട്ട് ബാക്കിയുള്ള ഫേസ് സെറമൊക്കെ നല്ലോണം കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗാർണിയറിൻ്റെ ഒരു ഷീറ്റ് മാസ്ക് നമുക്ക് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. എങ്ങൽ ലുക്കിംഗ് മാത്രമല്ല, വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ബ്രൈറ്റർ സ്കിന്നായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഷീറ്റ് മാസ്ക് ഓവർനൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഓവർനൈറ്റിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ, നമ്മൾ ഫുള്ളി ഇത് അപ്ലൈ ചെയ്തിട്ട് കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വെക്കുമ്പം നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആവുന്ന സ്റ്റേജിൽ ലാസ്റ്റ് നമുക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു മാസ്ക് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഹൈഡ്രേഷൻ അല്ലെങ്കിൽ മോയ്സ്ചർ ലെവൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഓവർനൈറ്റ് പാടില്ല എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടുന്ന ആ ഒരു സെയിം ബ്രൈറ്റ്നസ് അല്ല, നല്ലൊരു തണുപ്പ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രൈറ്റ്നസിൻ്റെ കാര്യമൊക്കെ നമുക്കിത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലോണം ഈ ഒരു മാസ്കിൽ സെറം നന്നായിട്ട് ഇൻഫ്യൂസ്ഡ് ആണ് കേട്ടോ, ഈ ഒരു ഷീറ്റ് മാസ്കിൽ. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഡൗട്ടില്ല കേട്ടോ, കൊള്ളാം കേട്ടോ. വൈറ്റമിൻ സി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡള്ളായിട്ടുള്ള ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയെടുത്ത്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ കുറേ സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് നല്ലോണം ഇല്ലാണ്ടാക്കാനൊക്കെ സഹായിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഷീറ്റ് മാസ്ക് വീക്കിലി നമ്മൾ വൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സെറം നമ്മൾ 7 ദിവസം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. ആ കാര്യമൊന്നും എനിക്ക് എക്സാക്ട്ലി കൂടുതൽ അറിയാൻ പാടില്ല കേട്ടോ, അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴല്ലേ അറിയാൻ പാടുള്ളൂ. അപ്പോൾ നല്ല രസമുണ്ട്, രസം മീൻസ് നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ, നന്നായിട്ട് റിലാക്സ് ആവാൻ പറ്റുന്നുണ്ട്. ചിലർക്ക് ഡൗട്ട് വേണം, ഷീറ്റ് മാസ്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ, ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് 15 മിനിറ്റ് മാത്രം നമ്മുടെ ഫേസിൽ വെച്ചാൽ മതി. ജസ്റ്റ് പാക്കറ്റ് പൊട്ടിക്കുക, നമ്മുടെ മാസ്ക് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിൻ്റെ ആ ഒരു കോണ്ടോറിങ് ഭാഗത്തൊക്കെ നല്ലോണം കോണ്ടോറൊക്കെ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മൾ വലിച്ച് ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റർ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഭയങ്കര ഈസിയാണ്. ഓക്കെ, നമ്മളങ്ങനെ കോണ്ടോറും ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം, വലിച്ച് പ്രോപ്പറായിട്ട്. അങ്ങനെ നമ്മൾ 15 മിനിറ്റ് നമ്മുടെ ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ഷീറ്റ് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ മാസ്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ, അതൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നല്ലോണം സോഫ്റ്റായിട്ട് നമ്മുടെ സെറം ഇൻഫ്യൂസ്ഡ് ആണ്. അതുപോലെ തന്നെ ഒട്ടും ഇറിറ്റേഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായില്ല. നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, സത്യമാണ് കേട്ടോ. ജസ്റ്റ് 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ലൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറിറ്റേഷൻസോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ശരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്, അതും ഫസ്റ്റ് യൂസിൽ തന്നെ. മെല്ലെ നമ്മൾ ഒന്ന് മസാജ് ഓവർ സെറമൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. സംഭവം കൊള്ളാം കേട്ടോ, നൈസാ.
എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. നല്ലൊരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. സംഭവം കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, എങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബാക്കി ഞാൻ എന്താ, നമ്മുടെ കയ്യിലൊക്കെ ഇത് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ, അപ്പോൾ പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ആ ഒരു രീതിക്ക് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഒറ്റ ടൈമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ്. സംഭവം കൊള്ളാം കേട്ടോ. പിഴിഞ്ഞെടുത്താൽ തന്നെ നമുക്ക് സെറം കിട്ടും കേട്ടോ. നേരത്തെ ഞാൻ ബോട്ടിലെടുത്തപ്പോൾ കുറച്ചുള്ളൂ വന്നുള്ളൂ, പക്ഷെ സെറം നല്ലോണം കിട്ടുന്നുണ്ട്. ഈ എടുത്ത സെറം എല്ലാം ഞാൻ എൻ്റെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇത്രയും സെറം ഉണ്ട്. ശരിക്കും ഇവർ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ 100% റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാർക്ക് സ്പോട്ട് ഫെയ്ഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഇവിടെ ഒരു ചെറിയ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫെയ്ഡ് ആയതായിട്ട് കാണുന്നില്ല. ഇനിയിപ്പോൾ സെറം 7 days നമ്മൾ യൂസ് ചെയ്ത സെയിം ഒരു എഫക്റ്റാണ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡേ ബൈ ഡേ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ചേഞ്ച് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ സംഭവം കൊള്ളാം കേട്ടോ, കിടുക. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി. മേക്കപ്പ് ഒക്കെ ഇട്ട ഫേസിലൊന്നും കൊണ്ട് ആരും അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഒക്കെ നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം. അതായത് ആ ഒരു ജേംസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് മാസ്കിൻ്റെ ഹൈഡ്രേഷൻ ഒക്കെ കിട്ടുമ്പം അത് ഒന്നുകൂടെ മൾട്ടിപ്ലൈ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നല്ലോണം ക്ലീൻ ഒക്കെ ചെയ്തിട്ട് ഒന്ന് പാറ്ററി ഒക്കെ ചെയ്ത് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മുടെ സ്കിൻ നല്ലൊരു ബ്രൈറ്റർ ആവും. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് മാസ്ക് ഒന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് എഫക്റ്റീവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ ദാറ്റ് നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഭയങ്കരമായ സ്റ്റിക്കി ഫീലോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. വൈറ്റ് കളേർഡ് ആയിട്ടുള്ള സെറംസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് ഫേസർ എന്നാണ് എനിക്ക് വരുന്നത്. ഫേസിന് പറ്റിയ നല്ലൊരു ഷീറ്റ് മാസ്ക് ആണ്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഷീറ്റ് മാസ്ക് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണിൽ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ആ ഒരു ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.